എറണാകുളം തോപ്പുംപടിയിൽ വള്ളം കത്തിച്ച് ക്രൂരത എന്നൊരു വാർത്ത വരുന്നുണ്ട്. ബീച്ച് റോഡിൽ മത്സ്യത്തൊഴിലാളിയുടെ വള്ളം കത്തിച്ചു. വലയും മത്സ്യബന്ധന ഉപകരണങ്ങളും കത്തി നശിച്ചു. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾ 5 പേര് ഇതുകൊണ്ടാണ് കുടുംബം കഴിയുന്നത്. ഇത് 1 ലക്ഷം രൂപയോളം വേണ്ടി വരും ഇത് ശരിയാക്കണമെങ്കിൽ. ഇത് ഞാൻ കണ്ട ഒരു 5-5:45 കൂട്ടുകാരൻ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയണത് കത്തുന്നത്. ഇതിൽ വഞ്ചിയും വലയും ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് നമ്മൾ രാത്രി മത്സ്യബന്ധനം കഴിഞ്ഞ് നമ്മളിവിടെ കയറ്റി വെച്ചിട്ടും പോകുമ്പോൾ ഇതുപോലൊരു അനുഭവം ഇനി മേലെ ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഈ ചെയ്ത ആരാണെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്യാംകുമാർ വിവരങ്ങൾ മറ്റൊരു ശ്യാം, ഒരു പാമ്പ് പിടിച്ചവൻ്റെ കഞ്ഞിയിൽ പാറ്റ വാരിയിടുക എന്ന് പറയുന്ന പണി ചെയ്തത് ആരാണ് യഥാർത്ഥത്തിൽ? ഹഷ്മി, അത് ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. പക്ഷേ ഒരു 5 കുടുംബങ്ങളുടെ കഞ്ഞുകൂടിയാണ് സത്യം പറഞ്ഞാൽ മുട്ടിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ അവർ മത്സ്യബന്ധനത്തിന് ശേഷം കരയിൽ കയറ്റി വെച്ച് വല ഉണക്കി വള്ളത്തിൽ വെച്ച് വള്ളം കയറ്റി ഉയർത്തി വെച്ച ശേഷമാണ് ആ മത്സ്യത്തൊഴിലാളികൾ പോയത്. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി ഈ വള്ളവും വലയും മറ്റു ഉപകരണങ്ങളും എല്ലാം കത്തി നശിക്കുന്നു എന്ന വാർത്ത കേട്ട് അവരവിടെ ഓടിയെത്തുമ്പോഴേക്കും ആ വള്ളം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. അതിലുണ്ടായിരുന്ന വസ്തുക്കൾ, വലയും വിലകൂടിയ വലയാണ്, വലയും മറ്റു വസ്തുക്കളും ഒക്കെ നശിച്ചിരുന്നു. 5 പേര് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തിയ ഉപജീവനം ആശ്രയമാക്കിയ ഒരു വള്ളമാണ് ഏതോ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ മത്സ്യത്തൊഴിലാളികളുടെ പരാതിയിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണിത് ചെയ്തത് എന്നത് വ്യക്തതയില്ല. ഹാഷ്മി, ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അതിപ്പോൾ എന്താണ് കാരണം എന്ന കാര്യമൊന്നും അറിയില്ല. എന്തായാലും ചെയ്തത് അങ്ങേയറ്റം അക്രമമാണ്. ഒരു വലയും വള്ളവും എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗമാണല്ലോ അല്ലേ? കണ്ടുപിടിക്കട്ടെ. അതെ, ആരാണ് എന്താണ് കാരണമെന്നൊക്കെ കണ്ടുപിടിക്കട്ടെ. തെറ്റുകാരൻ ആരായാലും തെറ്റുകാരി ആരായാലും ശിക്ഷിക്കപ്പെടട്ടെ.